എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ടൊമാറ്റോ റൈസാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ആയിട്ടാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ബാസ്മതി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങാപ്പാൽ, 1 സവാള ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, 4 വലിയ തക്കാളി ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 നുള്ള് കായംപൊടി, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയുമാണ് നമ്മുടെ ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കടലപ്പരിപ്പും അതുപോലെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കാഷ്യൂ നട്ട് നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉഴുന്നുപരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കാഷ്യൂ നട്ടിൻ്റെയും എല്ലാം കളറ് ചെറുതായി ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ക്യുമീൻ സീഡ്സ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചത് കൂടെ ചേർക്കാം. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മസാല പൗഡറുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 2 നുള്ള് കായംപൊടിയോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല പൗഡറുകളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കാം. ഇവിടെ ഞാൻ 4 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് തക്കാളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഈ സമയത്ത് തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെച്ച് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഇതിന്. അതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള റൈസാണിത്. ഇത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത്
എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയാണ്. ഒരു ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.